എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT പാഠപുസ്തകത്തിൽ നിന്നും കേരളത്തെ പറ്റിയിട്ടാണ്. കേരളം ആധുനികതയിലേക്ക്. കാപ്യ എന്ന് പണ്ടറിയപ്പെടുന്ന ഏത് സ്ഥലമാണ്? കാപ്പാടാണ് കേട്ടോ, കാപ്പാട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർട്ടുഗീസ് നാവികൻ. ഒരു തവണ ചോദ്യം വന്നിട്ടുള്ളതാണ്. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർട്ടുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോ. പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ പോയിന്റുകളിൽ നിന്നും ഞാൻ മാർക്ക് ചെയ്യുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക പ്രത്യേകം. അപ്പോ 15-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്താണ് യൂറോപ്യര് വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. അതിൽ ആദ്യത്തെ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗീസുകാരായിരുന്നു. അപ്പൊ നേരത്തെ കേരളവുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നവരിൽ പ്രധാനികൾ അറബികള്, അതുപോലെ ചൈനക്കാരായിരുന്നു. അപ്പൊ അവരുടെ ഒരു വ്യാപാര കുത്തകയൊക്കെ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോർട്ടുഗീസുകാർ വന്നത്. അങ്ങനെ കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്ന് പോർട്ടുഗീസുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. അങ്ങനെ പോർട്ടുഗീസുകാർ കുപിതരാവുകയും അവരെ കേരളത്തിൽ ആധിപത്യം നേടാൻ ശ്രമിക്കുകയും ചെയ്തു. കോഴിക്കോടിന്റെ ശത്രു രാജ്യമായിട്ട് അന്ന് കരുതിയിരുന്ന ഏതായിരുന്നു? കൊച്ചിയിലാണ്. സോ കൊച്ചിയിൽ താവളം ഉറപ്പിച്ച് അവർ കേരളത്തിൽ ആധിപത്യം നേടാനായിട്ട് ശ്രമിച്ചു. ഇനി ഈ സാമൂതിരിയുടെ നാവികപ്പട അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ്? കുഞ്ഞാലി മരക്കാരുടെ നേതൃത്വത്തിലുള്ള സാമൂതിരിയുടെ നാവികപ്പട പോർട്ടുഗീസുകാർക്കെതിരെ അറബിക്കടലിൽ ചെറുത്തുനിൽപ്പുകൾ നടത്തിയെങ്കിലും അവർക്ക് വിജയിക്കാൻ ആയില്ല. അങ്ങനെ പോർട്ടുഗീസുകാർ ജയിച്ചു. പിന്നെ ഈ പോർച്ചുഗീസുകാരെ കൂടാതെ നമ്മുടെ നാട്ടിൽ വന്ന മറ്റ് യൂറോപ്യൻകാരാണ് ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ. അപ്പൊ അവരെല്ലാവരും ഈ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചവരായിരുന്നു. മെയിനായിട്ടും കുരുമുളകിന് വേണ്ടിയിട്ടായിരുന്നു ഈ മത്സരങ്ങൾ എല്ലാം തന്നെ. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി. അപ്പൊ ഡച്ചുകാർ എപ്പോഴാണ് വന്നത്? 1663 പോർച്ചുഗീസുകാരെ ഓടിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. 1741 കുളച്ചൽ യുദ്ധം, ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധം ആരാണ് നയിച്ചത്? മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പൊ അതോടുകൂടി ഡച്ചുകാരും കേരളം വിട്ടുപോകേണ്ടി വന്നു. പിന്നീട് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമായിരുന്നു കർണാട്ടിക് യുദ്ധം. അത് ജയിച്ചതോടുകൂടി ബ്രിട്ടീഷുകാര് ദക്ഷിണേന്ത്യയിലെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാര് നേടി. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത്. ആദ്യം പോർട്ടുഗീസുകാര്, പിന്നെ ഡച്ചുകാര്, പിന്നെ ബ്രിട്ടീഷുകാര്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ കുഞ്ഞാലി മരക്കാരെ പറ്റി ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകമാണ് കേട്ടോ. അപ്പൊ അത് എവിടെയാണെന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. കുഞ്ഞാലി മരക്കാർ സ്മാരകം എവിടെയാണ്? വടകരയാണ്. അപ്പൊ കോഴിക്കോട്ട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരെ പൊതുവെ പറഞ്ഞിരുന്ന പേരാണ് എന്ത്? ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഈ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തുള്ള മരക്കാർ കോട്ടയായിരുന്നു ഇവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ മരക്കാർ എന്ന് പറയുന്നത് 4 പേരാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതില് ചോദ്യം വരാനുള്ള പോർട്ടുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്. ചാലിയം കോട്ട അത് തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലി മൂന്നാമൻ. ഇനി ഈ ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഖാസി മുഹമ്മദ് 16-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഒരു അറബി കാവ്യമാണ് വ്യക്തമായ വിജയം എന്നർത്ഥം വരുന്ന ഫത്ഹുൽ മുബീൻ. എന്താണ് ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. അതില് ഉള്ളൊരു വാക്കാണ് ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടിയൊരു പോലെ പോരാടിയും ഹിന്ദുവായുള്ളൊരീ രാജാവിനെ കണ്ടു പഠിക്കുവിൻ സുൽത്താൻമാരെ എന്ന വരികളൊക്കെ അതിലുണ്ട്. അന്നത്തെ സാമുദായിക സൗഹാർദ്ദം, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തെയൊക്കെ അത് സൂചിപ്പിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അടുത്തത് കുളച്ചൽ യുദ്ധത്തെ പറ്റിയിട്ടാണ്. അപ്പൊ കുളച്ചൽ യുദ്ധം നമ്മൾ ആദ്യം പറഞ്ഞു 1741. അപ്പൊ അതിനെപ്പറ്റി സർദാർ
KM പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള അതിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. ഇപ്പൊ പ്ലാസി യുദ്ധം വെച്ച് നോക്കുമ്പോൾ അതൊരു മഹായുദ്ധമൊന്നും അല്ലായിരുന്നു, പക്ഷേ കേരളം പിടിച്ചെടുക്കാമെന്ന അവരുടെ മോഹം ഇതോടെ അസ്തമിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മുക്തി നേടാൻ പിന്നീട് ഒരിക്കലും അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഡച്ചുകാർക്ക് പിന്നെ ഒരു ആക്രമണത്തിനോ ആധിപത്യത്തിനോ സാധിച്ചില്ല ആഫ്റ്റർ കുളച്ചൽ യുദ്ധം. അപ്പൊ ഇനി നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളത്തിലേക്ക് വന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615 കേരളത്തിലെത്തിയ ബ്രിട്ടീഷുകാർ സാമൂതിരിയെ സന്ദർശിച്ചു, വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. പിന്നീട് അവർ ആരംഭിച്ചു ഈ സംഭരണ കേന്ദ്രങ്ങൾ. എവിടേക്കാണ്? സംഭരണ കേന്ദ്രങ്ങൾക്ക് പറയുന്ന പേരാണ് പാണ്ഡികശാലകൾ. അപ്പൊ അത് എവിടേക്കാണ്? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും, നമ്മൾ ഡിപ്പോ എന്ന് പറയില്ലേ അതുപോലെ വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലും ഒക്കെ സംഭരണ കേന്ദ്രങ്ങൾ അവര് ആരംഭിക്കാനുള്ള ഒരു അനുവാദമൊക്കെ നേടിയെടുത്തു. പിന്നീട് ആറ്റിങ്ങൽ റാണിയിൽ നിന്ന് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്തു. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അഞ്ചുതെങ്ങ് കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത ആരിൽ നിന്നാണ്? ആറ്റിങ്ങൽ അഥവാ തിരുവനന്തപുരത്തുള്ള ആറ്റിങ്ങൽ റാണിയിൽ നിന്നാണ് ആ അനുവാദം നേടിയെടുത്തത്. പിൽക്കാലത്തെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന സൈനിക കേന്ദ്രമായിരുന്നു ഏത്? അഞ്ചുതെങ്ങ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ജനങ്ങൾക്ക് ഇതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആറ്റിങ്ങൽ കലാപം അല്ലെങ്കിൽ അഞ്ചുതെങ്ങ് കലാപം നടന്നത്. അതിനെപ്പറ്റിയും ചോദിക്കും ക്വസ്റ്റ്യൻ. അപ്പൊ അഞ്ചുതെങ്ങിനെ ഈ ബ്രിട്ടീഷുകാര് സൈനിക കേന്ദ്രമാക്കി മാറ്റിയതിൽ ജനങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെ 1721 ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന 150ഓളം പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ നാട്ടുകാർ വധിച്ചു. അതാണ് ആറ്റിങ്ങൽ കലാപം. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം അതേതാണ്? ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യമാണ് ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ഈ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ആരൊക്കെ തമ്മിലാണ് സന്ധി? മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പിട്ട ഒരു സന്ധിയാണ് 1792 എന്ന് പറയുന്നത്. 1792 ഒപ്പിട്ട ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു മൈസൂർ ഭരണാധികാരികളിൽ നിന്നും. അപ്പൊ 1792 കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതനായി. ഇനി 1795 മറ്റൊരു ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു. അപ്പൊ മലബാറും തിരുവിതാംകൂറും അവരുടെ കീഴിലായി. പകരമായി ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം അവർക്ക് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ ഭരണം നടത്തി. ചുരുക്കത്തിൽ 18ാം നൂറ്റാണ്ടായതോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. അപ്പൊ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടിരിക്കുന്ന വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്നുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. അത് എടുത്തിരിക്കുന്നത് കൃഷ്ണ ചൈതന്യ കേരളം പേജ് 51 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവലംബം. അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശ പാരമ്പര്യമാണ്. ഇങ്ങനൊരു കോട്ട് പോലെ വേണമെങ്കിൽ ചോദിക്കാം. ഇത് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? കുണ്ടറ വിളംബരമാണ്. അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനത്തിൽ കൊണ്ടുവരും എന്ന് പറയുന്ന ആ ഒരു വിളംബരത്തിന്റെ ഒരു പോർഷനാണ്. നിങ്ങൾക്കത് വായിക്കാവുന്നതാണ്. ഈ ഒരു PDF ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. previous-questions.in എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ SCRT സംബന്ധമായ മറ്റു വീഡിയോസ് കാണാനായിട്ട് പ്ലേലിസ്റ്റിൽ സന്ദർശിക്കാം. ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പഴശ്ശി കലാപങ്ങളാണ് പറയാൻ പോകുന്നത്. പഴശ്ശി കലാപങ്ങൾ പറയുമ്പോഴാണ് കേരള സിംഹം. ആരാണ് കേരള സിംഹം? കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശി രാജാവാണ്. പഴശ്ശി രാജാവ്. അദ്ദേഹത്തെ ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും ഒക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്.
പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ എഴുതിയ ചരിത്ര നോവലാണ് കേരള സിംഹം. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതായത് കേരള സിംഹം എന്ന ചരിത്ര നോവൽ പഴശ്ശിരാജാവിനെ ബേസ് ചെയ്തുള്ള ചരിത്ര നോവൽ അല്ലേ. അപ്പൊ അദ്ദേഹം ആരെ ബേസ് ചെയ്താണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ആരാണ് എഴുതിയത്? KM പണിക്കർ എന്നാണ്. KM പണിക്കരാണ് എഴുതിയത്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായിട്ടാണ് ഈ നോവലിലെ കഥ വരുന്നത്. ഇനി പഴശ്ശി സ്മാരകത്തിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, മാനന്തവാടി. അപ്പൊ അത് ശ്രദ്ധിക്കുക. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ നേതൃത്വമാണ് കേട്ടോ. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. അപ്പൊ മൈസൂരിൽ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ട് കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ വിജയിച്ച ശേഷം വാഗ്ദാനം നിറവേറ്റാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. കാരണം ആദ്യം പഴശ്ശിരാജാവ് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നു, പക്ഷെ അവര് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റിയില്ല. അത് അവസാനം വയനാടിന് മേൽ ബ്രിട്ടീഷുകാർ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഇവിടെ നോക്കേണ്ട മറ്റൊരു കാര്യം മറ്റു നേതാക്കരാണ്. ചെമ്പൻ പോക്കർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായ തലക്കൽ ചന്തു. പഴശ്ശിരാജ എന്ന ആ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിവരുടെ സഹായത്താൽ പഴശ്ശി ശക്തമായ ഒളിപ്പോർ നടത്തി. അദ്ദേഹം പക്ഷേ 1805 നവംബർ 30 വധിക്കപ്പെട്ടു. 1805 നവംബർ 30 പഴശ്ശിരാജ വധിക്കപ്പെട്ടു. വേലുത്തമ്പിയും പാലിയത്തച്ഛനും. അപ്പോ മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും. മണ്ണടിയിലാണ് വേലുത്തമ്പി ദളവയുടെ പ്രതിമയും സ്മാരകവും. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടു. തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും. അതിനെതിരെയാണ് ദിവാൻമാരായ വേലുത്തമ്പിയും പാലിയത്തച്ഛനും പ്രതിഷേധിച്ചത്. ഈ രണ്ട് സ്ഥലത്തെയും ദിവാൻമാരായിരുന്നു അവര് പ്രതിഷേധിച്ചു. കുണ്ടറവിളംബരം എന്നായിരുന്നു ആ ഡേറ്റ് ഓർത്തിരിക്കുക. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം. അതിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിച്ചു. പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ തിരുവിതാംകൂറിലെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന, അതായത് ഈ കുണ്ടറ വിളംബരം നടക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് റെസിഡന്റ്? മെക്കാളെ പ്രഭു ആയിരുന്നു. അപ്പൊ അതും ചോദിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയൊക്കെ ആക്രമിച്ചു. പക്ഷെ ഇവർക്ക് ബ്രിട്ടീഷ് സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ മണ്ണടിയിലെ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ കണ്ണമൂലയില് ബ്രിട്ടീഷുകാരെ കെട്ടിത്തൂക്കി. ആരുടെയാണ്? വേലുത്തമ്പി ദളവയുടെ മൃതശരീരം. പാലിയത്തച്ഛനെ എന്ത് ചെയ്തു? മദ്രാസിലേക്ക് നാടുകടത്തി. ഓക്കെ, അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യാം. ഇനി കേരളം ലോക കമ്പോളത്തിന്റെ ഭാഗമാകുന്നു. ഭാഗമാണെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴില് വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. അപ്പൊ മെയിനായിട്ടും നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് നമുക്കറിയാം. നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര് എന്നിവയാണ്. ഇറക്കുമതി ചെയ്യുന്നത് തുണിത്തരങ്ങളും മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെയായിരുന്നു. അങ്ങനെ വ്യാപാര നിയമങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ബ്രിട്ടീഷുകാർ ഭേദഗതി ചെയ്തു. അതുപോലെ ഏകീകരിച്ച നാണയ വ്യവസ്ഥ അത് നടപ്പിലാക്കി. അളവ് തൂക്ക സമ്പ്രദായം നടപ്പിലാക്കുകയൊക്കെ ചെയ്തു. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഇവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്. ബേപ്പൂർ മുതൽ തിരൂർ വരെ ആയിരുന്നു ആദ്യത്തെ റെയിൽപാത. അതെന്നാണ്? 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയുള്ള ആദ്യത്തെ റെയിൽപാത വന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനും വ്യവസായ ഉൽപ്പന്നങ്ങൾ വിദൂര ഗ്രാമങ്ങളിൽ പോലും എത്തിക്കുന്നതിനും ഒക്കെ ഈ റെയിൽവേ സഹായകമായി. അതിനു വേണ്ടിയിട്ട്, അവരുടെ വ്യവസായത്തിന് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ അത് ചെയ്തതെങ്കിലും കേരളത്തിന് അതൊരു നല്ലൊരു നേട്ടമായിരുന്നു. അങ്ങനെ റോഡുകളും പാലങ്ങളും റെയിൽപാളങ്ങളും ഒക്കെ അവര് പണിയുകയുണ്ടായി. പിന്നെ വരുന്നതാണ് ഭൂബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങൾ. ഭൂബന്ധങ്ങളിൽ
അപ്പൊ ഇവിടെ പല കാര്യത്തിലും അത് ഇവര് ജന്മിമാരും നാടുവാഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് നികുതികൾ ഏർപ്പെടുത്തി. അതായത് ഇപ്പോൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഈ പ്രാദേശിക നാടുവാഴികളെയും ജന്മിമാരെയൊക്കെ ഭൂ ഉടമകളായിട്ട് കരുതാക്കി. അപ്പൊ അവരോട് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിച്ചു. എന്നിട്ട് അവര് കുടിയാന്മാരുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. അപ്പൊ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം പരിതാപകരമായി. അപ്പൊ അതിനെപ്പറ്റി ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു. മാപ്പിള കലാപം ഒക്കെ പറഞ്ഞിരുന്നു. അപ്പൊ മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ അത് പഠിക്കുക. മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ. അതിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 1929 മലബാർ കുടിയാൺമ നിയമം നടപ്പിലാക്കി. എന്താണ്? മലബാർ കുടിയാൺമ നിയമം നടപ്പിലാക്കി. അതോടുകൂടിയാണ് കർഷകർക്ക് ഭൂമിയുടെ മേൽ കുറച്ചെങ്കിലും അവകാശം ലഭിച്ചത്. അപ്പൊ ലോഗൻ കമ്മീഷൻ 1929 മലബാർ കുടിയാൺമ നിയമം, അത് രണ്ടും ഓർക്കുക. ഇപ്പോ ഈ ഭൂ ഉടമ ബന്ധങ്ങളില് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാടമ്പിമാരുടെ ഭൂമിയൊക്കെ പണ്ടാരം വക എന്ന് വെച്ചാൽ സർക്കാർ വക ഭൂമിയായി മാറുകയുണ്ടായി. പിന്നെ ഈ ഭൂമിയൊക്കെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായിട്ട് കൊടുക്കാനുള്ള ഒരു വിളംബരം 1865 തിരുവിതാംകൂർ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർക്കുക, പണ്ടാരപ്പാട്ട വിളംബരം തിരുവിതാംകൂറിലെ കാര്യമാണ്. അതായത് ഈ പണ്ടാരം വക ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കാർ വക ഭൂമി. അപ്പൊ പണ്ട് ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മാടമ്പിമാരുടെ ഭൂമിയൊക്കെ പണ്ടാരം വക ഭൂമിയായി, സർക്കാർ വകയായി. എന്നിട്ട് അതില് കുടിയാന്മാര് അവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ അവർക്ക് തന്നെ സ്വന്തമായിട്ട് നൽകിക്കൊണ്ടുള്ള ഒരു വിളംബരം വന്നു. അതാണ് പണ്ടാരപ്പാട്ട വിളംബരം. മറ്റൊരു പാസാക്കിയ ഒരു പ്രധാന നിയമമായിരുന്നു 1896 പാസാക്കിയ ജന്മി കുടിയാൻ നിയമം. അത് പ്രകാരവും തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ ഉടമാവകാശം ലഭിച്ചു. അങ്ങനെ അവര് ഭൂരിഭാഗം കുടിയാന്മാരും കുറച്ച് ഭൂവുടമകളായി. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയതാണെങ്കിൽ പോലും ഭൂവുടമകളായല്ലോ. അതുകൊണ്ട് സർക്കാരിലേക്ക് അവർക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1914 കൊച്ചിയിൽ കുടിയാന്മ നിയമം വന്നത്. അപ്പൊ മലബാറിലെ ആദ്യം പറഞ്ഞിരുന്നു, ഇവിടെ പറയുന്നത് 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം, 1929 മലബാറില് കുടിയാന്മ നിയമം. അപ്പൊ അത് ഓർക്കുക. അപ്പൊ ഇത് അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂറില് 1865 പണ്ടാരപ്പാട്ട വിളംബരം, തിരുവിതാംകൂറില് അത് കഴിഞ്ഞിട്ട് ഏതാണ്? കൊച്ചിയില് 1914 കുടിയാൺമ നിയമം, മലബാറിൽ 1929 മലബാർ കുടിയാൺമ നിയമം. ഓക്കെ, അപ്പൊ അതങ്ങനെ പ്രത്യേകം പഠിച്ചു വെക്കുക. ആ ഇയറുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. കാർഷിക മേഖലയിലും അതുപോലെ വ്യവസായ മേഖലയിലും എന്തൊക്കെയാണ് മാറ്റം ഉണ്ടായത്? അതുപോലെ പ്രധാനപ്പെട്ട വ്യവസായ ചില മേഖലകളൊക്കെ ഉണ്ടല്ലോ, അതായത് വ്യവസായ സ്ഥാപനങ്ങൾ, ഇൻഡസ്ട്രീസ് ഒക്കെ, ഒരു പേപ്പർ മില്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം ആദ്യം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യം കേരളത്തിലെ കാർഷിക രീതിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. അതായത് നേരത്തെ തന്നെ വിദേശ കമ്പോളങ്ങളില് കാപ്പി, തേയില, ഏലം, റബ്ബർ എന്നിവ അങ്ങനെയുള്ള നമ്മുടെ പല ഉൽപ്പന്നങ്ങൾക്കും ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മറ്റു വിളകളൊക്കെ കൃഷി ചെയ്തപ്പോൾ നെല്ലിന്റെ ഉൽപാദനം കുറഞ്ഞു. അങ്ങനെ ഭക്ഷ്യക്ഷാമം പടർന്നു പിടിക്കുകയും ചെയ്തു. അതിന് പരിഹാരമായിട്ടാണ് മരച്ചീനി കൃഷി ഇവിടെ വ്യാപിച്ചത്. പിന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിലമ്പൂരിലെ തേക്കുതോട്ടം. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, തേക്കുതോട്ടം വരുന്ന എവിടെയാണ്? നിലമ്പൂര്. ഈ കാലത്താണ് ബ്രിട്ടീഷുകാരനായ കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിക്കുന്നത്. എന്താണ്? കോനോലി. ആ ഒരു പേര് ഓർത്തു വെക്കുക. എന്താണ്? നിലമ്പൂരിൽ തേക്കുതോട്ടം ആരംഭിച്ചത് ബ്രിട്ടീഷുകാരനായ കോനോലിയുടെ നേതൃത്വത്തിലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ കേരളം ആ സമയത്ത് വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന പ്രധാന പ്രദേശമായിട്ട് മാറി ബ്രിട്ടീഷുകാർക്ക് വേണ്ടി. ഇനി എന്താണ് കോനോലി പ്ലോട്ട്? വ്യാപാര ആവശ്യത്തിനുള്ള കപ്പലുകൾ നിർമ്മിക്കുന്നതിന് വൻതോതിൽ തേക്കുമരങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആവശ്യമായി വന്നു. തേക്കിനു പറ്റിയ മലബാറിലെ വളക്കൂറുള്ള മണ്ണിൽ തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ കലക്ടറായ ഹെൻറി വാലന്റൈൻ കൊനോലിയെ കമ്പനി ചുമതലപ്പെടുത്തി.
ഈ നിലമ്പൂർ മേഖലയിലെ 1500 ഏക്കറിലും കൊനോലി ഈ 1823 മുതൽ 38 വരെയുള്ള സമയത്താണ് തേക്ക് വെച്ചു പിടിപ്പിച്ചു. ഇതാണ് പിന്നീട് കോനോലി പ്ലോട്ട് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊരു പ്രധാന കാര്യം തന്നെയാണ്, തേക്ക് മരം വെച്ചു പിടിപ്പിച്ചതും ആ കോനോലി പ്ലോട്ടും ഒക്കെ. പിന്നീട് ഇവിടെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിന്റെ കാര്യമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. തോട്ട വ്യവസായവും പരമ്പരാഗത വ്യവസായവും എങ്ങനെയാണ് വളർച്ച പ്രാപിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ തോട്ട വിളകളൊക്കെ സംസ്കരിക്കുന്നതിന് വേണ്ടി അതുപോലെ കയറ്റി അയക്കുന്നതിനും വേണ്ടിയിട്ട് കേരളത്തിൽ എന്താരംഭിച്ചു? ഫാക്ടറികൾ ആരംഭിച്ചു. അപ്പൊ എന്തൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ എന്നിവയൊക്കെ തോട്ട മേഖലകളിൽ വളർന്നു വന്ന വ്യവസായങ്ങളാണ്. അതാണ് തോട്ട വ്യവസായം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളും ശക്തിയാർജിച്ചു. അതായത് എണ്ണയാട്ട് മില്ലുകൾ ഒക്കെ എന്തായി? വ്യാപകമായി. അപ്പൊ അതിൽ പറയേണ്ട ഒരു കാര്യം, ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം. അപ്പൊ പണ്ട് കാലത്ത് വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രം ആരായിരുന്നു? ആലപ്പുഴയായിരുന്നു. പിന്നെ ഇവിടെ കാണാം ഫറോക്കിലെ ഓട്ടു കമ്പനി, അതുപോലെ ആലപ്പുഴയിലെ കയർ ഫാക്ടറി. ഇനി ആദ്യത്തെ കയർ ഫാക്ടറി എവിടെയാണ് സ്ഥാപിച്ചത്? ചോദ്യം വന്നിട്ടുള്ളതാണ്. 1859 1859 ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. അത് എവിടെയാണ് സ്ഥാപിതമായത്? ആലപ്പുഴയിലാണ്. ഓക്കെ. കശുവണ്ടി ഫാക്ടറികൾ കൊല്ലം കേന്ദ്രമായി വളർന്നു വന്നു. കശുവണ്ടി ഫാക്ടറികൾ എവിടെയാണ്? കൊല്ലമാണ് കേന്ദ്രമാക്കിയത്. അതുപോലെ ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ, തൃശ്ശൂരുള്ള ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഓട്ടു കമ്പനികൾ തുടങ്ങി. കണ്ണൂരും കോഴിക്കോടും കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ചു. കണ്ണൂരും കോഴിക്കോടും കൈത്തറി. ബീഡി വ്യവസായം എവിടെയാണ് കേന്ദ്രമാക്കിയത്? കണ്ണൂർ. അപ്പൊ ഇവിടെ പഠിക്കേണ്ട കാര്യം, കയർ ഫാക്ടറി ആലപ്പുഴ, കശുവണ്ടി ഫാക്ടറി കൊല്ലം, അതുപോലെ ഓട്ട് കമ്പനി ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ, പിന്നെ കൈത്തറി നിർമ്മാണശാല കണ്ണൂരും കോഴിക്കോടും, ബീഡി വ്യവസായം എവിടെയാണ്? കണ്ണൂർ. അപ്പൊ അത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ അതുപോലെ അടുത്തത് ആധുനിക വ്യവസായങ്ങളുടെ കാര്യമാണ്. ആധുനിക വ്യവസായം എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴാണ് ആധുനിക വ്യവസായശാലകളൊക്കെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ടത്. അത് കൂടുതലും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു. ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്കാവശ്യമായ സാങ്കേതിക സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയിരുന്നു. പള്ളിവാസൽ വൈദ്യുതി നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി. അപ്പൊ നമുക്കറിയാം ആദ്യത്തെ വൈദ്യുതി നിലയം ഏതാണ്? പള്ളിവാസൽ വൈദ്യുതി നിലയമാണ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വ്യവസായശാലകൾ അത് പഠിച്ചു വെക്കണം. കാരണം പുനലൂർ പേപ്പർ മിൽ അതെവിടെയാണ്? കൊല്ലം. കളമശ്ശേരിയിലെ FACT അല്ലെങ്കിൽ ഫാക്ട് ഏതാണ്? എറണാകുളത്താണ്. കുണ്ടറ സിറാമിക്സ് കൊല്ലത്താണ്. കുണ്ടറ സിറാമിക്സ്. റബ്ബർ വർക്ക്സ് എവിടെയാണ്? തിരുവനന്തപുരത്താണ് റബ്ബർ വർക്ക്സ്. ടാറ്റ ഓയിൽ മിൽസ് എവിടെയാണ്? കൊച്ചിയിലാണ് ടാറ്റ ഓയിൽ മിൽസ് വരുന്നത്. അളഗപ്പ തുണിമിൽ എവിടെയാണ്? കൊച്ചിയിലാണ് അളഗപ്പ തുണിമിൽ. പുനലൂർ പേപ്പർ മിൽ കൊല്ലം, കളമശ്ശേരിയിലെ ഫാക്ട് എറണാകുളം, കുണ്ടറ സിറാമിക്സ് കൊല്ലം, റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം, ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി, അളഗപ്പ തുണിമിൽ കൊച്ചിയിലാണ്. ഇനി ഇതുപോലെ മൂലധനമൊക്കെ സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള പണമിടപാട് സ്ഥാപനങ്ങൾ ആയിട്ട് ബാങ്കുകളും ഈ സമയത്ത് വളർന്നു വന്നു. ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് നെടുങ്ങാടി ബാങ്ക്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആദ്യമായിട്ട് കേരളത്തിൽ രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. പിന്നീടാണ് ഇംപീരിയൽ ബാങ്കും ഇന്ത്യൻ നാഷണൽ ബാങ്കും ചാർട്ടേഡ് ബാങ്കും ഒക്കെ നിലവിൽ വന്നത്. അപ്പൊ ആദ്യത്തെ ബാങ്ക്, സ്വകാര്യ ബാങ്ക് കേരളത്തിൽ വന്ന ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു. ഇനി സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനമാണ് ഇനി പഠിക്കാനുള്ളത്. അപ്പോ സാംസ്കാരിക മേഖലയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചു കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ യൂറോപ്യരുടെ വരവോടെ കേരളത്തിൽ അച്ചടി ആരംഭിച്ചു. അപ്പൊ അച്ചടി ആരംഭിച്ചതില് ഇവിടെ മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥവും നിഘണ്ടുവും ഒക്കെ തയ്യാറാക്കുന്നതിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ജസ്യൂട്ട് മിഷനറിമാരാണ്. ആരാണ്? ജസ്യൂട്ട് മിഷനറിമാർ. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? ഡോക്ടർ ആഞ്ചലോസ്
ഫ്രാൻസിസ് ആണ് മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? അർണോസ് പാതിരിയാണ്. അപ്പൊ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ്, ആദ്യത്തെ നിഘണ്ടു അർണോസ് പാതിരി. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് ഏത്? സംക്ഷേപ വേദാർത്ഥം. ഇതും പ്രീവിയസ്ലി ചോദിച്ചതാണ്, ഈ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിരുന്നു. പിന്നീട് മിഷനറിയായ ബെഞ്ചമിൻ ബെയ്ലി ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും, ഇംഗ്ലീഷ് ടു മലയാളം നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടോ മലയാളം ടു ഇംഗ്ലീഷ് നിഘണ്ടുവും പ്രസിദ്ധപ്പെടുത്തി. പിന്നീട് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം ആദ്യത്തെ പത്രമാണ്. അതുപോലെ പശ്ചിമോദയം എന്നിവയാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങൾ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആഞ്ചലോസ് ഫ്രാൻസിസ്, അർണോസ് പാതിരി, സംക്ഷേപ വേദാർത്ഥം, ബെഞ്ചമിൻ ബെയ്ലി, അതുപോലെ ഹെർമൻ ഗുണ്ടർട്ട്, രാജ്യസമാചാരം, പശ്ചിമോദയം, ഈ പേരുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മിഷനറി സംഘങ്ങള് നോക്കൂ, LMS ഇത് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലണ്ടൻ മിഷൻ സൊസൈറ്റി എവിടെയായിരുന്നു? തിരുവിതാംകൂറിൽ. CMS ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM, ഈ BEM ഈ അടുത്ത ഒരു ഓൺലൈൻ എക്സാമിന് പ്രീവിയസ്ലി ചോദിച്ചതാണ്. BEM ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണ് BEM എന്ന് വരുന്നത്. അതിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? മലബാർ ആയിരുന്നു അതിന്റെ കേന്ദ്രം. ബന്ധപ്പെട്ട ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. അപ്പോ ഇതിനകത്ത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് മിഷനറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇനി ഇതുപോലെ കൊച്ചിയിലും നാട്ടുരാജാക്കന്മാരും ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് ആ സമയത്ത് ഇടപെട്ടു. അതിൽ ഒരു കാര്യമുള്ളത്, തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്ന ഗൗരി പാർവതി ഭായ് 1817 ഇയർ ഓർത്തു വെക്കുക, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ചു ഒരു വിളംബരം. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി പുറപ്പെടുവിച്ചു വിളംബരം ആരുടെയായിരുന്നു? ഗൗരി പാർവതി ഭായ് 1817. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ദെൻ ബ്രിട്ടീഷ് ഭരണത്തോടെ പല ശിക്ഷാവിധികളും മാറ്റപ്പെട്ടു. കേസുകളുടെ വിചാരണയ്ക്കായിട്ട് കോടതികൾ സ്ഥാപിച്ചു. അതുപോലെ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. വസൂരി തടയാനുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ്. ആദ്യമായിട്ട് നടത്തിയത് മലബാറിലാണ്. അതുപോലെ തിരുവിതാംകൂറിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും മരുന്ന് വരുത്താൻ ഒരു കമ്പനി തന്നെ തീരുമാനിച്ചു. പിന്നെ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലൊക്കെ സർക്കാർ ആശുപത്രികളൊക്കെ സ്ഥാപിച്ചു. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും സാധിച്ചു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണഫലമായിട്ട്. പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും. അപ്പൊ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ഒരു കോട്ടാണ്. മലബാറിൽ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് കേരളത്തെയാണ്. ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. സവർണർ നടക്കുന്ന വഴിയിൽ കൂടി അവർണന് നടന്നുകൂടാ. ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് പറഞ്ഞത്, അല്ലെ കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ എപ്പോഴും പറയുന്നത് അല്ലെ, കേട്ടിട്ടുള്ളതാണല്ലേ, സ്വാമി വിവേകാനന്ദ. അദ്ദേഹം ശരിക്കും പറഞ്ഞത് ഇങ്ങനെയാണ്: മലബാറിൽ ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇവിടെയും കണ്ടിട്ടില്ല. അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ എന്ന് സ്വാമി വിവേകാനന്ദനാണ് പറഞ്ഞത് 1897 മദിരാശിയില്. അപ്പോ 19ാം നൂറ്റാണ്ടിലെ കേരളത്തിന്റെ ഏകദേശം സാമൂഹിക അവസ്ഥ ഇതായിരുന്നു. അവർണർ, വർണർ എന്നൊരു ജാതി വിവേചനമൊക്കെ ഉണ്ടായിരുന്ന സമയമായിരുന്നു, നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി ആ സമയത്ത് തീരുമാനിച്ചിരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ഓരോ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ വന്നു എന്നും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു എന്നൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ കുറച്ച് സാമൂഹിക പരിഷ്കർത്താക്കളുടെ പേരും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ഏതാണ്? സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ
കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടിയതാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത് സമത്വ സമാജം. ചട്ടമ്പി സ്വാമികൾ പോരാടിയത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ചതാണ് ശ്രീധർമ്മ പരിപാലന യോഗം, SNDP. ശ്രീധർമ്മ പരിപാലന യോഗം ആരാണ്? ശ്രീനാരായണ ഗുരു. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിച്ചു, ചാവറയച്ചൻ. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. വാഗ്ഭട നന്ദൻ ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്കൊക്കെ പ്രചോദനമേകി. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ഈ ഒരു സഭകളും പ്രസ്ഥാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഓർത്തിരിക്കണം. കാരണം ഇതിന്റെ എല്ലാം ചോദ്യം ചോദിക്കുന്നതാണ്. ഈ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുറച്ചു മുമ്പ് നമ്മുടെ VO എക്സാമിന് ചോദിച്ചിരുന്നു. അപ്പൊ ഈ ലിസ്റ്റിലുള്ള ഏത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ പ്രത്യേകം പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ദൈവദശകവും ആത്മോപദേശ ശതകവും അത് അദ്ദേഹത്തിന്റെ കൃതികളാണ്. ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ഗീതമായ ദൈവദശകത്തിലാണ്. അതുപോലെ അവനവനെ അവനിവനെ അറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരണം. ഇതില് ഈ ലാസ്റ്റ് ഈ 2 ലൈനാണ് എപ്പോഴും തന്നെ ചോദ്യം ചോദിക്കാറുള്ളതും പലരും കേട്ടിട്ടുള്ളതും അല്ലെ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. അത് ആത്മോപദേശ ശതകത്തിലേതാണ്. ഇത് ക്വസ്റ്റ്യൻ വരാവുന്നതാണ്, വന്നിട്ടുള്ളതുമാണ്. 24ാമത്തെ ശ്ലോകത്തിലാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടമാണ് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. കഴിഞ്ഞ തവണ ഇതൊരു ചോദ്യം വന്നതാണ്. മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായിട്ട് ചാന്നാർ സ്ത്രീകൾ, എവിടെയുള്ള തിരുവിതാംകൂറാണ്? തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ പോരാട്ടം നടത്തി. ഇതിനെ തുടർന്ന് 1859 ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്രം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി. അപ്പൊ ആരാണ് ഓർഡർ ഇട്ടത്? ഉത്രം തിരുനാൾ മഹാരാജാവ്. 1859 ചാന്നാർ സ്ത്രീകൾക്ക് ജാക്കറ്റും മേൽമുണ്ടും ധരിക്കാനുള്ള അവകാശം കിട്ടിയത്. പിന്നീട് ശ്രീനാരായണ ഗുരുവിലേക്ക് തന്നെ വരാം. 1888 ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ. അരുവിപ്പുറത്ത് അദ്ദേഹം ശിവപ്രതിഷ്ഠ നടത്തി. അപ്പൊ ഇത് ക്ഷേത്രകർമ്മവും പൂജകളും ഒക്കെ ചെയ്യാനുള്ള അവകാശം അവർണ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടി നേടിയെടുക്കാൻ ഇതിലൂടെ കഴിഞ്ഞു. അദ്ദേഹം അവിടെ അരുവിപ്പുറത്ത് ക്ഷേത്രത്തിന് മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പോ വിജ്ഞാനത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഗുരു ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് വിദ്യാലയങ്ങളും വായനശാലകളും ഒക്കെ സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹം തന്നെയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാനും സംഘടന കൊണ്ട് ശക്തരാകാനും ഉദ്ബോധിപ്പിച്ചതും. അപ്പൊ അതും ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുവിൻ, സംഘടിച്ചു ശക്തരാകുവിൻ എന്ന് പറഞ്ഞത് ആരാണ്? അതും ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. TK മാധവൻ, മന്നത്ത് പത്മനാഭൻ, K കേളപ്പൻ, AK ഗോപാലൻ, അതുപോലെ തന്നെ P കൃഷ്ണപിള്ള എന്നിവരുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നോക്കാം, ഓരോരുത്തരെ പറ്റി നമുക്ക് പഠിക്കാം. അപ്പോ ആലുവയിലെ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്, അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനം ഏത് സമ്മേളനത്തിലായിരുന്നു? ആലുവയിലെ സർവമത സമ്മേളനത്തിലായിരുന്നു. ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു? 1924 വൈക്കം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹം TK മാധവന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ
സവർണ ജാഥ സംഘടിപ്പിച്ചു. ഈ തവണയും കൂടി ക്വസ്റ്റ്യൻ വന്നതാണ്. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അത് ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. 1924 സവർണ ജാഥ നടന്നത്. ഇതിനെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ അവർണ ജാതിക്കാർക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം ലഭിച്ചത്. പിന്നീട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലും പെട്ട ഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് കെ കേളപ്പന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നു. അതെന്നായിരുന്നു? 1931 അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. AK ഗോപാലനായിരുന്നു സമരത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. അപ്പൊ AK ഗോപാലനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? കെ കേളപ്പന്റെ നേതൃത്വത്തിലാണ്. ഈ സത്യാഗ്രഹത്തിലാണ് T കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായ മർദ്ദനമേറ്റത്. ഏതിലാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. അതിനുശേഷം ഈ ജനകീയ സമരങ്ങളുടെ എല്ലാം ഫലമായാണ് 1936 നവംബർ 12 ഓർക്കുക, 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം. തുടർന്ന് മദിരാശി ക്ഷേത്രപ്രവേശന വിളംബര പ്രകാരം മലബാറിലും കൊച്ചി രാജാവിന്റെ വിളംബര പ്രകാരം കൊച്ചിയിലും എല്ലാ വിഭാഗക്കാർക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് 1936 നവംബർ 12. ഇനി ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഭരണപരമായി ഏകീകരിക്കപ്പെട്ടിരുന്നില്ല. അന്ന് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനത്തിന് അതുകൊണ്ട് തന്നെ ഒരു ഏകീകൃത രൂപം ഉണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് മലബാറില് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തി. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ റെസിഡന്റുമാരിലൂടെ പരോക്ഷമായിട്ടാണ് ഭരണം നടത്തിയത്. അതുപോലെ തന്നെ മലബാറില് നടന്ന രാഷ്ട്രീയ സമരത്തിലെ പോലെ കൊച്ചിയിലും തിരുവിതാംകൂറിലും അത്രയും സമരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി മലബാറിലെ കാര്യങ്ങൾ പറയാം. അപ്പോൾ 1-ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് മലബാർ പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോ മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം ഇമ്പോർട്ടന്റ് ആണ്. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ പാലക്കാട്ട് വെച്ച് നടന്നു. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം എവിടെ വെച്ചായിരുന്നു? പാലക്കാട്ട് വെച്ച്. ആരായിരുന്നു അധ്യക്ഷൻ? ആനി ബസന്റ് ആയിരുന്നു. ആരൊക്കെ മലബാറിൽ നേതൃത്വം നൽകി കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്ക്? KP കേശവ മേനോൻ, KP രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, അതുപോലെ K മാധവൻ നായർ, E മൊയ്തു മൗലവി, MP നാരായണ മേനോൻ എന്നിവരൊക്കെയായിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ഇനി അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം എന്നായിരുന്നു? 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. 1920 ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും കോഴിക്കോട്ടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പൊ 1920 ഗാന്ധിജി വന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. ആരൊക്കെയാണ്? ഗാന്ധിജിയും ഷൗക്കത്ത് അലിയും. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായിട്ടും ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു. അപ്പൊ ഖിലാഫത്ത് കമ്മിറ്റി അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അതുപോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു അതിന്റെ സെക്രട്ടറി. അത് മലബാറിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെട്ടു. അതിനുശേഷം പലയിടത്തും ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായി. അതിനുശേഷം ഈ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മലബാർ കലാപം. എന്താണ് മലബാർ കലാപം അല്ലെങ്കിൽ മാപ്പിള ലഹള? നമ്മൾ വേറൊരു ചാപ്റ്ററിലും അത് പഠിച്ചിരുന്നു. അപ്പൊ അതിനെ പറയുന്നതാണ്. മലബാറിൽ പലയിടത്തും ബ്രിട്ടീഷുകാരുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കിലായിട്ട് മലബാറിലെ കർഷകരായ മാപ്പിളമാർ ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ കർഷക സമരങ്ങളെ പൊതുവെ മലബാർ കലാപം എന്നാണ് വിളിക്കുന്നത്. 1921 നടന്നതാണ്. 1930 ആയപ്പോഴേക്കും നിയമലംഘന പ്രസ്ഥാനം മലബാർ ശക്തമായി. 1930 ആയപ്പോഴാണ് ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടക്കുന്നത്. അപ്പോ K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിലും മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ടും ഉപ്പു നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട്, K കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യന്നൂര്. അവിടെ എന്ത് സംഭവിച്ചു? ഉപ്പ് നിയമം അവര് ലംഘിച്ചു. ഉപ്പ് നിയമം ലംഘിച്ച സത്യാഗ്രഹികളെ ബ്രിട്ടീഷ് പട്ടാളം ക്രൂരമായി മർദ്ദിച്ചു. സമരക്കാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലും അടപ്പിച്ചു. വിദേശ വസ്തു ബഹിഷ്കരണം, അതുപോലെ മദ്യഷാപ്പ് പിക്കറ്റിംഗ്,
ഖാദി പ്രചാരണം, അതൊക്കെ നിയമലംഘനത്തിന്റെ ഭാഗമായിട്ട് നടന്നു. നിയമലംഘനം, സിവിൽ ഡിസോബീഡിയൻസ്, അതിന്റെ ഭാഗമായിട്ട് നടന്നതാണ് ഉപ്പുണ്ടാക്കി ഉപ്പു നിയമം ലംഘിക്കൽ, അതുപോലെ വിദേശ വസ്തു ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, ഖാദി പ്രചാരണം. 1934 ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിച്ചത്. അതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി മാറി. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപം കൊണ്ടു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കള്? EMS, AK ഗോപാലൻ, അതുപോലെ P കൃഷ്ണപിള്ള എന്നിവരായിരുന്നു പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അവർ കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ജന്മിത്വത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും എതിരെ സമര സജ്ജരാക്കി ആളുകളെ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് സമരങ്ങളാണ് കയ്യൂർ, മൊറാഴ, കരിവെള്ളൂർ എന്നിവിടങ്ങളിൽ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നു എന്ന് പറയുന്നുണ്ട്. ഈ കയ്യൂർ സമരം, മൊറാഴ സമരം, കരിവെള്ളൂർ സമരം ഒക്കെ നേരത്തെ ഞാൻ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സ്ട്രൈക്സ് അല്ലെങ്കിൽ സമരങ്ങളെ പറ്റിയിട്ടുള്ള 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാണാൻ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ടതാണത്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിക്കുക, പാലങ്ങൾ തകർക്കുക, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുക എന്നീ പ്രവർത്തനങ്ങളൊക്കെ മലബാറിൽ ഉണ്ടായി. അങ്ങനെ ഒരു സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. അപ്പൊ ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത്, കീഴരിയൂർ ബോംബ് കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാമോ? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആ സമയത്ത് പല കാര്യങ്ങളും ചെയ്തു. സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിച്ചു, പാലങ്ങൾ തകർക്കുകയുണ്ടായി, ടെലിഗ്രാഫ് കമ്പികൾ മുറിച്ചിടുകയൊക്കെ ഉണ്ടായി ഇവരെ തോൽപ്പിക്കാനായിട്ട്. കീഴരിയൂർ ബോംബ് കേസ് അതിനൊരു ഉദാഹരണമാണ്. ഇനി വേറെ ഒരെണ്ണമുണ്ട്, ഫറൂഖ് പാലം തകർക്കാൻ. അതെ, ഫറൂഖ് പാലം തകർക്കാൻ KB മേനോൻ, കുഞ്ഞിരാമക്കിടാവ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു എന്നാരോപിച്ച് 27 പേരെ പ്രതി ചേർത്ത് കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. ഇവിടെ ബോക്സിലുള്ള 2 പ്രധാന കാര്യങ്ങളും കൂടി പറയട്ടെ. ഒന്ന് പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ യുദ്ധം അതായത് നിസ്സഹരണ പ്രസ്ഥാനവും ഖിലാഫത്തും ശക്തമായ മലബാറിൽ 1921 മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്ന ഒരു പ്രധാന സംഭവമാണ് പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്, എന്ന് വിശേഷിപ്പിക്കുന്നത്. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ വടക്കേവീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചു. അതോടുകൂടിയാണ് കലാപം ആരംഭിച്ചത്. അങ്ങനെ 3000-ലധികം ആളുകൾ പങ്കെടുത്ത ഈ കലാപമായിരുന്നു പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെട്ടത്. അതിൽ 100 കണക്കിന് പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C ശങ്കരൻ നായർ, കഴിഞ്ഞ തവണ കൂടി ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. ഇതേ രീതിയിൽ തന്നെയാണ് ചോദ്യം വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് തന്നെ എത്ര ചോദ്യങ്ങൾ വന്നിരിക്കുന്നു നോക്കൂ. 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. INC സമ്മേളനത്തിന്റെ അല്ലെ INCയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം എന്നായിരുന്നു? 1897 അമരാവതി സമ്മേളനത്തിലായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചു. അതുപോലെ ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹമായിരുന്നു ഈ C ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിയൻ സമരമാർഗങ്ങളുടെ കടുത്ത വിയോജിപ്പായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ്, പ്രധാനപ്പെട്ടതാണ് ഗാന്ധിയും അരാജകത്വവും. ഗാന്ധിയും അരാജകത്വവും അഥവാ ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം. ഗാന്ധി ആൻഡ് ഗോഡ്സെ എന്നൊരു കൃതിയുണ്ട്. അതാരാണ് രചിച്ചത്? പ്ലീസ് കമന്റ് ബിലോ. അപ്പൊ ഗാന്ധിയും അരാജകത്വവും ആരാണ് രചിച്ചത്? അത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇനി ഇവിടെ മലബാർ കലാപത്തെ കുറിച്ചുള്ള ഒരു പടപ്പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും വേണ്ട. അവിടെ താഴെ ഒരു കാര്യമുണ്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക് ആണ്. അദ്ദേഹത്തെ കലാപകാരികൾ കൊലപ്പെടുത്തുകയുണ്ടായി. ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിച്ചു. ഇത് പൊളിച്ചു മാറ്റണം എന്നാവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്ത കമ്പളത്ത് ഗോവിന്ദൻ നായർ എഴുതിയ പാട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത തിരുവിതാംകൂറില് അതിനു മുമ്പ് ഈ ഒരു പുന്നപ്ര വയലാർ സമരത്തിന്റെ കാര്യം അവിടെ പറയാം. പുന്നപ്ര വയലാർ അതായത് തിരുവിതാംകൂർ പൗരസ്വാതന്ത്ര്യം കൈവരിക്കുന്നതിനുള്ള സമരം തുടങ്ങിയിട്ട് കാലം കുറേയായി. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം
അപ്പൊ പൗരസ്വാതന്ത്ര്യത്തിനും ജനകീയ ഭരണത്തിനും വേണ്ടിയുള്ളതായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്നു സമരം. ഇതേ സി കേശവൻ, അതായത് സി കേശവന്റെ പ്രസംഗങ്ങളിൽ നിന്ന് എടുത്ത ഒരു പോർഷനാണിത്. അത് പുന്നപ്ര വയലാർ സമരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ആരംഭം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. തിരുവിതാംകൂറിൽ വരുന്ന ആദ്യം എന്താണ്? മലയാളി മെമ്മോറിയലാണ്. അതായത് സർക്കാർ ജോലിയിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം കൊടുക്കണം നൽകണം എന്നാവശ്യപ്പെട്ട് ബാരിസ്റ്റർ ജി പി പിള്ളയുടെ നേതൃത്വത്തിൽ 10,000-ലധികം പേർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. 1896 ഡോക്ടർ പൽപ്പു ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഈഴവ മെമ്മോറിയലും സബ്മിറ്റ് ചെയ്തു. അപ്പം ഈ ഒരു ഈഴവ മെമ്മോറിയലിനും അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലിനും നിങ്ങൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ അതിന്റെ നോട്ട്സ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 1891 1896 ഇത് രണ്ടെണ്ണം. അതുപോലെ ഈഴവ മെമ്മോറിയൽ രണ്ടാമത് നടത്തിയിരുന്നു. 1900 അത് നടത്തിയത്. അത് കഴ്സൺ പ്രഭുവിനാണത് സബ്മിറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ട്. അപ്പോ നോക്കുക. തിരുവിതാംകൂർ ദിവാനെ വിമർശിച്ചതിന്റെ പേരിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തി. നമുക്കറിയാം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥയാണ് എന്റെ നാടുകടത്തൽ. അത് ആരുടേതാണ്? അത് രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടേതാണ് കേട്ടോ. ഇനി അതുപോലെ ഇവിടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ 1932 നിവർത്തന പ്രക്ഷോഭം ആരംഭിച്ചു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യ അനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയതാണ് 1932 ഡേറ്റ് ഓർക്കുക, നിവർത്തന പ്രക്ഷോഭം. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു. 1938 പട്ടം താണുപിള്ള പ്രസിഡന്റായിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടു. അതോടുകൂടിയാണ് അവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ സജീവമാകാൻ തുടങ്ങിയത്. പിന്നെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരമായിരുന്നു ഏത്? പുന്നപ്ര വയലാർ സമരം. അതോടുകൂടി തൊഴിലാളികളും രാഷ്ട്രീയ രംഗത്തേക്ക് വരികയുണ്ടായി. പിന്നീട് കൊച്ചിയിലെ കാര്യം കൂടി പഠിക്കണം. കൊച്ചിയില് ദിവാനായ ഷൺമുഖം ചെട്ടി അദ്ദേഹം വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. അതിനെതിരെ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തോടെയാണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പൊ ഇലക്ട്രിസിറ്റി സമരം എന്നാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം. ഇതാരാണ്? ഷൺമുഖം ചെട്ടി അവിടുത്തെ ദിവാനായിരുന്നു. അദ്ദേഹമാണ് വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചത്. കൊച്ചിയിലെ ദിവാനാണ് കേട്ടോ. പക്ഷേ തിരുവിതാംകൂറിലെ പോലെ അത്ര ശക്തമായിരുന്നില്ല ഇവിടുത്തെ പ്രക്ഷോഭം. 1941 S നീലകണ്ഠ അയ്യർ, VR കൃഷ്ണൻ എഴുത്തച്ഛൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊച്ചി രാജ്യ പ്രജാമണ്ഡലം രൂപീകരിച്ചു. അതിനുശേഷമാണ് രാഷ്ട്രീയ സമരങ്ങളൊക്കെ ശക്തിപ്പെട്ടവര്. അതിൽ ഒരാളായിരുന്നു ഇക്കണ്ട വാര്യർ, അതുപോലെ പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ എന്നിവരൊക്കെയായിരുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ഇവിടെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്. വർക്കല ക്ഷേത്ര മൈതാനത്ത് വെച്ച് കൂടിയ സ്റ്റേറ്റ് കോൺഗ്രസ് യോഗത്തിൽ മിസ് ആനി മസ്ക്രീൻ അദ്ദേഹം ചെയ്ത പ്രസംഗം, അദ്ദേഹം നല്ല ഒരു സ്ത്രീയാണ്, അവർ ചെയ്ത പ്രസംഗത്തെ പറ്റി അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് 2 വീഡിയോസ് ഇതുപോലെ വുമൺ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കേരളത്തിലെ റിനേസൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ റിനേസൻസ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ അവൈലബിളും ആണ്. അപ്പൊ ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും പറയുമ്പോൾ AV കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ ഇവരുടെയൊക്കെ പേര് വളരെ പ്രധാനമാണ്. അപ്പൊ അവരുടെ കാര്യം നോക്കാം. 1931 കോൺഗ്രസിന്റെ വടകര സമ്മേളനത്തിന്റെ ഭാഗമായി മഹിളാ സമ്മേളനം നടന്നു.
അത് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായിരുന്നു. മലബാറിൽ AV കുട്ടിമാളു അമ്മയും തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്രീൻ തുടങ്ങിയവരുമാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ ആദ്യത്തെ മഹിളാ സമ്മേളനം കോൺഗ്രസിന്റെ എന്നായിരുന്നു? 1931 ഇവിടെ കൗമുദിയെ പറ്റി ഗാന്ധിജി എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം കൗമുദി ടീച്ചർ, അതായത് ഗാന്ധിജി ഹരിജന ഫണ്ടിനു വേണ്ടി വന്നപ്പോൾ എന്തായിരുന്നു ഇവര് എന്താണ് സ്വന്തം കയ്യിലുണ്ടായിരുന്ന വളയൊക്കെ ഊരിക്കൊടുക്കുകയും അതായത് മുഴുവൻ ആഭരണങ്ങളും ഊരിക്കൊടുക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ കൗമുദി ജി കാ ത്യാഗ് എന്ന് പറഞ്ഞ് ഗാന്ധിജി അന്ന് ഹരിജൻ മാസികയിലൊക്കെ അത് എഴുതുകയൊക്കെ ഉണ്ടായി. അപ്പോ അതാണ് ആരാണ്? കൗമുദി ടീച്ചർ. ഐക്യ കേരളത്തിലേക്ക് ഇപ്പോ ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പിന്നെ ഐക്യ കേരളമായത് എന്നാണ്. ഇപ്പൊ ഒരേ ഭാഷയാണെങ്കിലും മലയാളികൾ 3 വ്യത്യസ്ത ഭരണമേഖലകളിലായിരുന്നു. നമ്മൾ പറഞ്ഞു മലബാർ, അതുപോലെ തിരുവിതാംകൂർ, കൊച്ചി അങ്ങനെയായിരുന്നു. 1920 നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1921 ഏപ്രിൽ 23 വരെ 20 നാഗ്പൂരിൽ കോൺഗ്രസ് സമ്മേളനം. അത് കഴിഞ്ഞ് 21 ഏപ്രിൽ 23 മുതൽ 26 വരെ ഒറ്റപ്പാലത്ത് 1-ാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ആന്ധ്ര കേസരി, ആരാണ് ആന്ധ്ര കേസരി? ഇതൊക്കെ നോട്ട് ചെയ്യണം. ബാരിസ്റ്റർ ടി പ്രകാശം. പിന്നീട് ഈ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ഉൾപ്പെടുത്തി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിലവിൽ വന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആരായിരുന്നു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു. അതിനുശേഷമാണ് കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. 1947 കേളപ്പന്റെ അധ്യക്ഷതയിൽ തൃശൂരിൽ ചേർന്ന ഐക്യ കേരള കൺവെൻഷൻ. ഈ ഡേറ്റുകൾ ഓർത്തിരിക്കുക. 1947 തൃശൂരിൽ ഐക്യ കേരള കൺവെൻഷൻ, കേളപ്പൻ. അതുപോലെ സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ആലുവയിൽ വെച്ച് നടന്ന ഐക്യ കേരള സമ്മേളനം ഒക്കെ ഐക്യ കേരള പ്രമേയം പാസാക്കി. പിന്നീട് 1949 ജൂലൈ 1 തിരുവിതാംകൂറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപീകരിച്ചു. ആദ്യം എങ്ങനെയായിരുന്നു? തിരുക്കൊച്ചിയായിരുന്നു, തിരുവിതാംകൂറും കൊച്ചിയും. 1949 ജൂലൈ 1 അപ്പോ EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന്. അപ്പോ 1.25 കോടി മലയാളികൾ എന്ന ബുക്ക് ആരെഴുതിയതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതാരാണ്? EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥമാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണത്തിനായി പല പ്രക്ഷോഭങ്ങളും നടന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനൊക്കെ രൂപീകരിച്ചു. കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. അവിടെ ചോദിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഇത് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. ഓക്കെ, ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഇനി തെക്കൻ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർത്തു. അപ്പൊ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാസർഗോഡും ഹോസ്ദുർഗും കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്തു. അതും കൂടി ഓർക്കുക. അപ്പൊ അങ്ങനെ ഇവിടെ NV കൃഷ്ണവാര്യരുടെ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഐക്യ കേരളം രൂപം കൊണ്ടു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിച്ചത്. ആദ്യം യൂറോപ്യരുടെ വരവ് പഠിച്ചു. പിന്നെ ചെറുത്തുനിൽപ്പുകൾ, ആദ്യകാലത്തെ പഴശ്ശിരാജയും വേലുത്തമ്പിളവയും പാലിത്തച്ഛനും ഒക്കെയുള്ള ചെറുത്തുനിൽപ്പുകൾ പഠിച്ചു. പിന്നെ സാമ്പത്തിക മാറ്റങ്ങൾ, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ മാറ്റങ്ങൾ പഠിച്ചു. ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ പഠിച്ചു. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ കമന്റ്സും സജഷൻസും ഒക്കെ അറിയിക്കുക. താങ്ക് യു.